ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നും പാചകത്തിൻ്റെ വീഡിയോ ആയതുകൊണ്ട് ഇന്നൊന്ന് മാറ്റിപ്പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആരാ ഒരു മാറ്റം ആഗ്രഹിക്കാത്തതല്ലേ? അപ്പോൾ ഞാൻ വിളവെടുക്കുന്ന വീഡിയോയും കൃഷി ചെയ്തിട്ടുള്ള എൻ്റെ കുറേ കൃഷിയൊക്കെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരു കോളിഫ്ലവർ ഞാൻ വിളവെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളരിക്ക ഇതുപോലെ വിളഞ്ഞ് കിടപ്പുണ്ട് 2-3 സ്ഥലത്തായിട്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് പറിച്ചെടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനൊന്നും മറന്നു പോകരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊന്നും എല്ലാവരും ഒന്ന് ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമാണ് കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് ഇത് നിങ്ങൾക്കും പറ്റും. അപ്പോൾ നമുക്കുള്ള സ്ഥലം കുറച്ചാണെങ്കിലും നമ്മൾ വാടകയ്ക്കാണെങ്കിലും ഒരു ബക്കറ്റിലോ അല്ലെങ്കിൽ നമ്മൾ അരിയൊക്കെ മേടിക്കുന്ന ഒരു ചാക്കിലൊക്കെ വെച്ച് ഇതുപോലെ നിങ്ങൾക്ക് കൃഷി ചെയ്തെടുക്കാം. അപ്പം നമ്മളൊന്നും മെനക്കെട്ടാലും ഉറപ്പായിട്ട് നമുക്ക് അതിൻ്റേതായ അനുഭവം ഉറപ്പായിട്ടും കിട്ടും. നമ്മളൊന്ന് ശ്രമിച്ചാൽ മാത്രം മതി. ഒന്ന് ശ്രദ്ധിക്കുക, രാവിലെയും വൈകിട്ടുമൊക്കെ ഒന്ന് നോക്കുക. അതുപോലെ തന്നെ പുഴുക്കത്തുള്ള ഇലകൾ, അങ്ങനെ പൂക്കൾ, അങ്ങനെയുള്ളതെല്ലാം ഒന്ന് പിച്ചി കളയുക. സമയത്തിന് അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ വളങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിവിടെ ചാണകപ്പൊടി, ചാരം, അതുപോലെ തന്നെ പിന്നെ കരിയിലൊക്കെ കിട്ടുവാണെങ്കിൽ അങ്ങനത്തെ ഇത് ഇടാറുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്ന എന്താ പറയാനാ പച്ചക്കറിയുടെയൊക്കെ വേസ്റ്റ് ഇടാറുണ്ട്. എല്ലുപൊടി ഇങ്ങനെയൊക്കെ ചേർക്കുക. അല്ലാതെ കെമിക്കലായിട്ട് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് കണ്ടോ, പച്ചമുളകൊക്കെ കാണാൻ എന്ത് രസമാണെന്ന് നോക്കി. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയും. അപ്പോൾ ഇത് പഴുത്ത് കിടക്കുന്നത് ഞാൻ വിത്തിന് വേണ്ടി ഇട്ടേക്കുന്ന കേട്ടോ. അപ്പോൾ ആദ്യം വരുന്നതെല്ലാം നമ്മളിങ്ങനെ വഴുതന, അതുപോലെ തന്നെ പച്ചമുളക്, ഇതിൻ്റെയൊക്കെ ഇതാദ്യം നമ്മൾ പറിക്കാതെ ഇട്ട് വെക്കാറുണ്ട്. വിത്തിനായിട്ട് അങ്ങ് ഇടാറുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അത് പറിച്ച് ഉണക്കിയാണ് വിത്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു കുമ്പളത്തിൻ്റെ തൈ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ദാണ്ട കാ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വലുതായതിന് ശേഷമുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്തിടുന്നുണ്ട്. ഈ ഒരു ബക്കറ്റിൽ ഞാൻ ഇവിടെ കുറച്ച് പാവലുണ്ട്, അതുപോലെ തന്നെ ഒരു മാവ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന തെർമാക്കോൾ അതുപോലെയെല്ലാം കവറൊക്കെ ഇത് എനിക്ക് ചെയ്തു തരുന്നത് അച്ചായനാട്ടോ. അപ്പോൾ അതിനകത്ത് മണ്ണൊക്കെ നിറച്ചിട്ട് ഒരു കപ്പ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പച്ചച്ചീര ഇവിടെ നിൽപ്പുണ്ട്. ഇത് നല്ല പേരായിട്ടാ. അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ കൺവെൻഷന് വാങ്ങിച്ചതാണ്. പക്ഷേ ഇതിൽ കായൊക്കെ വന്ന് തുടങ്ങി. ഒരു 4-5 പേരയ്ക്ക ഇപ്പോൾ ഇതിലായിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഒരെണ്ണം നമുക്ക് കിട്ടിയാൽ തന്നെ എന്ത് സന്തോഷമല്ലേ. മാവിൻ്റെ തൈ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എത്രത്തോളം നല്ലതായിട്ട് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും നമ്മളെക്കൊണ്ട് പറ്റുന്ന പരിചരണമല്ല, ഇതിനറിയാവുന്ന പോലെയൊക്കെ ഓരോരുത്തരുടെ വീഡിയോ കണ്ടും അറിയാവുന്നിടത്തൊക്കെ ചോദിച്ചൊക്കെ ഞാൻ വളമൊക്കെ കൊടുക്കുന്നുണ്ട്. പ്ലാവ് നട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ആത്ത അത് നട്ടിട്ടുണ്ട്. ഇത് ചതുര പീൻസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ കുറേശ്ശെ എല്ലാം കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പൈസ കൊടുത്ത് തന്നെ എല്ലാം വാങ്ങിക്കണമെന്നൊന്നുമില്ല. പാഴാക്കി കളയുന്ന നമ്മുടെ ബോട്ടിലുകൾ, ചാക്ക്, പൊട്ടിപ്പോയ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ഇതൊക്കെ നമുക്ക് ധാരാളം മതിയാവും. ഇതെല്ലാം അങ്ങനത്തെ തന്നെ ഞാൻ എടുത്തേക്കുന്നത്. വേണ്ടാത്ത ബക്കറ്റുകളൊക്കെ ഇല്ലേ, പൊട്ടിപ്പോയതും അങ്ങനെയുള്ളതൊക്കെ ഇവിടെ ഇപ്പോൾ ചിലപ്പോൾ അറിയാവുന്നിടത്തൊക്കെ ചോദിച്ചും വേണമെങ്കിൽ നമുക്കിതൊക്കെ വാങ്ങിക്കാം. വെറുതെ എടുത്ത് കളയുന്നേക്കാളും നമുക്കിത് നല്ലതുപോലെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ കുറച്ച് ഇതാ കണ്ടോ, ഈ ബക്കറ്റിനകത്ത് കുറച്ച് വെള്ളരി ഇതുപോലെ വെച്ചിട്ടുണ്ട്. നമ്മുടെ പയറൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ നട്ട് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വലുതായിട്ട് അങ്ങ് പടർന്നിട്ടില്ല, ചെറുതായിട്ടൊക്കെ വള്ളി വീശി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് വെണ്ടയുടെ വിത്ത് പാകിയിട്ടുണ്ട്. അതൊക്കെ നല്ലപോലെ വളർന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചച്ചീര നല്ലതുപോലെ വളർന്ന് വരുന്നുണ്ട്. ഇതെല്ലാം ചെയ്തേക്കുന്ന ഈ ടെറസിൻ്റെ മണ്ടയ്ക്ക് തന്നെയാണ്. അപ്പോൾ ഇതിന് പ്ലാസ്റ്റിക്കൊക്കെ വിരിച്ചിട്ടും അടിയിൽ ടെറസിന് ഒരു പാദവും വരാത്ത രീതിയിലാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വിളവ് ഞാനതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം രാവിലെ ഇപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഒരു ചമ്മന്തി തന്നെ ഉണ്ടാക്കണമെങ്കിൽ ഓടിച്ചെന്ന് നമുക്ക് എടുക്കാവുന്ന പച്ചമുളക്, കറിവേപ്പില, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു വിളവെടുപ്പ് ഞാൻ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും വിളവെടുക്കുന്നുണ്ട്. അതിൻ്റെയും കൂടെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ കണ്ട പാവലും കുമ്പളവും ഒക്കെ അത് ഇത്രയും വലുതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പാവലും ആ കുമ്പളവും എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ബാക്കി ഇനിയും പാവൽ അതിനകത്ത് കിടപ്പുണ്ട്, കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ചിലത് പഴുത്തിട്ടുണ്ട്. ഈ ഭയങ്കര വെയിലല്ലേ, അപ്പോൾ ആ വെയിലിൻ്റെ ഇതിലാണ് ഇങ്ങനെ ചിലതൊക്കെ നിറം മാറി നിൽക്കുന്നത്. അതുപോലെ തന്നെ വെള്ളരിക്കയെല്ലാം വിളഞ്ഞതെല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് മനസ്സ് വയ്ക്കുവാണെങ്കിൽ, എന്നെക്കൊണ്ട് പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഉത്സാഹിച്ച് എല്ലാവരും ചെയ്യുക. നമ്മളെന്നും പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങിക്കാതെ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കൾക്കും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ ഒരു അല്പമൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് ചീര ഇതുപോലെ ഒരു ടയറിനകത്ത്, ഇത് കാറിൻ്റെ ടയറാണ് കേട്ടോ, പന്ന ടയർ എടുത്ത് അതിനകത്ത് ഞാൻ ചീരയുടെ വിത്ത് പാകിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി നടണം. അപ്പോൾ ഇന്ന് എനിക്ക് ഇത്രയും സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പാവയ്ക്ക, വെണ്ടയ്ക്ക, കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ മടിക്കാതെ എല്ലാവരും ഒന്ന് ചെയ്യാൻ നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എല്ലാവർക്കും
ബായ്.